ഹലോ, കുരുവിയുടെ 6 month സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാനിത് രാത്രി ഏകദേശം 2:30 ഉണ്ടാവും. 2:30 ഇവിടെ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അധികം സെലിബ്രേഷൻസും ഇങ്ങനെ ഡെക്കറേഷൻസും ഒന്നും ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു നിർബന്ധത്തിലും താല്പര്യത്തിലുമാണ് ഇതിനൊക്കെ നിന്നത്. അപ്പൊ ഞാൻ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യണം. കുറച്ച് ബലൂൺസ് ഇവിടെ സെറ്റ് ചെയ്തു, 2 സ്റ്റാർസ് വെച്ചു, പിന്നെ 6M മന്ത്സിന്റെ 6M ആണ് വെച്ചിട്ടുള്ളത്. ഹാഫ് ഞാൻ കുറെ കടയിൽ ചോദിച്ചു, പക്ഷെ കിട്ടിയില്ല. കടകളായ കടകളും മുഴുവൻ തെരഞ്ഞിട്ടും കിട്ടിയില്ല. എല്ലാം ഞാൻ ഡബിൾ ടേപ്പിന്മേലാണ് ഒട്ടിക്കുന്നത്. പണ്ടാലാണെങ്കിൽ ഒട്ടുമില്ല കേട്ടോ, കഷ്ടപ്പെട്ടിട്ട് ഒട്ടിക്കുകയാണ്. ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് ഫുൾ എല്ലാം നിൽക്കുന്നത്, ഡബിൾ ടേപ്പ് മേലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടില്ല ഓരോന്ന് ഉരിപ്പ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണത്. വളരെ മിനിമൽ ആയിട്ടുള്ള ഡെക്കറേഷൻസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളൂ. എന്നാലും മൊത്തത്തിൽ കാണാൻ വലിയ തരക്കേടില്ല. 2 കളർ ബലൂണാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതാണ് ഞങ്ങളുടെ തീം. അപ്പം ഈ 2 കളേഴ്സ് ഇങ്ങനെ ഇൻഫ്ലേറ്റർ വെച്ചിട്ട് ബലൂൺ പമ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണേ. എനിക്ക് ബലൂൺ ഉറപ്പിക്കാൻ ഭയങ്കര പേടിയാണ്. പൊട്ടിയാൽ എനിക്കറിയില്ല, ഭയങ്കര പേടിയാവും ബലൂൺ പൊട്ടണത്. അതുകൊണ്ട് ഞാൻ അധികം വലിപ്പത്തിലാക്കുന്നില്ല. പിന്നെ കെട്ടും വേണമല്ലോ, ഒരു മീഡിയം സൈസിലാണ് ഞാൻ വീർപ്പിക്കുന്നത് കേട്ടോ. ഇത്ര ഈ ഒരു സൈസിൽ. അപ്പം ഞാൻ ഈ ഒരു 2 കളേഴ്സാണ് ഞങ്ങളുടെ തീം. അപ്പം അത് 2 ഞാനത് വീർപ്പിച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് സൈസ് കൂടിപ്പോയി ഇതിന് വെച്ച് നോക്കുമ്പോൾ, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ മറ്റേ ഈ റിബണില്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പിങ്ക് റിബൺ, ഞാനിങ്ങനെ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം. ഒക്കെ ഒട്ടിപ്പ് പരിപാടികളാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തു. ബാക്കിയൊക്കെ എല്ലാം നിൽക്കണത് ഡബിൾ ടേപ്പിന് മുകളാണ് കേട്ടോ. കുരുവി എണീറ്റു. അപ്പൊ അവളെ ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഏതോ കാലത്ത് മേടിച്ച കുറച്ച് സ്റ്റാർസിന്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഈ ബലൂൺ മേൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. ഫുൾ ഒട്ടിപ്പാണ്, കണ്ടില്ലേ. പാവം കുരുവിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും അവള് സൈലന്റ് ആയിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ അത് ഒട്ടിച്ച് തീരണവരെ. ഒട്ടിച്ച് കഴിഞ്ഞപ്പോ ഏകദേശം ഇങ്ങനെ ഉണ്ട്, എല്ലാ ബലൂണും ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഇവന്റിന്റെ ദിവസമായിട്ടുണ്ട്. പപ്പയും മോളും ഇതാ പുറത്തിരുന്ന് കളിക്കുന്നു. ഉച്ചയ്ക്കാകുമ്പോൾ നല്ല ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, കാണാനും സ്മെല്ലാണെങ്കിലും. ആരും വിളിച്ചിട്ട് കഴിക്കാൻ വരുന്നില്ല. ഈ ആശാരികളെ പണിക്ക് വിളിക്കുമ്പോൾ ഉള്ള മാതിരിയാ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ല വിളമ്പി തിന്നു. ഇത് ചില്ലി ചിക്കനൊക്കെ നല്ല പ്ലം ആയിട്ടുണ്ട്. റൈസ് ആണെങ്കിൽ നല്ല പെറുപെറുപെറുന്നുണ്ട്, നല്ല ടെംപ്റ്റിംഗ് ആണ്. ഈ സോസ് ഇഷ്ടമാണ്, ടൊമാറ്റോ സോസ്, അതും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാ കഴിച്ചു നോക്കാൻ പോവാണ്. കഴിച്ചു. അപാര ടേസ്റ്റ് ആണ് കേട്ടോ, സീരിയസ്ലി. അമ്മ ഈ അടുത്ത കാലത്ത് ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കറി എടുത്തില്ലേ വാരി മിണിയതാ. ഇപ്പൊ ഈവനിങ് ഒരു 7 മണി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളെ സെലിബ്രേഷൻ. ഞാൻ വിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ട്, ഫോട്ടോഗ്രാഫറിനെ, കുറച്ച് ഫോട്ടോസ് എടുത്തു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഔട്ട്ഡോർ ആയിരുന്നു പ്ലാൻ ചെയ്തത്, മഴ ആയതുകൊണ്ട് ഇൻഡോർ ആക്കിയതാണ്. ഞാനും കുരുവി റെഡി ആയിട്ടുണ്ട്. ഞാനത് സെൽഫ് മേക്കപ്പ് ആണ് ചെയ്തിട്ടുള്ളത്. കുരുവിനെ റെഡി ആക്കിയിട്ട് അവൾക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ അവളെ തൊട്ടിൽ കടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എല്ലാം സെറ്റായി. കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് ആക്ച്വലി ഞങ്ങൾ വേറൊരു സ്ഥലത്തു നിന്നാണ് ആദ്യം ഓർഡർ ചെയ്തത്. അതാണ് ഈ പീച്ച് കളർ കേക്ക്. പക്ഷെ ഞങ്ങളുടെ തീം ബർഗണ്ടി കളർ ആയിരുന്നു, അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വേറൊരു കേക്ക് കൂടി ഓർഡർ ചെയ്യേണ്ടി വന്നു. കളർ മാറിയതുകൊണ്ട് തന്നെ ആ ചേച്ചി ഞങ്ങൾക്ക് ഫുൾ റീഫണ്ട് തന്നു കേട്ടോ. പാവം തോന്നി, കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. അപ്പൊ ഞങ്ങൾ ഹാഫ് റീഫണ്ട് മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി ചേച്ചിക്ക് തന്നെ അയച്ചു കൊടുത്തു തിരിച്ച്. ഇപ്പൊ പിന്നീട് വാങ്ങിച്ച കേക്കിന്റെ മുകളിൽ പേര് എഴുതാൻ പറഞ്ഞിരുന്നു, അവരത് വിട്ടുപോയി. മറ്റേ കേക്കിൽ ഇഹാ നക്ഷത്രം ഉണ്ട്, പക്ഷെ കുറച്ച് ഫെയ്ഡാണ്. നോക്കുന്നുണ്ടമ്മ എല്ലാം. എപ്പോഴും ഞാൻ തിന്നിട്ട് മുത്തിന്. അമ്മ ഇതാ ക്യാൻഡിലൊക്കെ കത്തിക്കുന്നുണ്ട്. ഞങ്ങള് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്.
കുരുവീനെ ഞാൻ ഇപ്പോഴാണ് ഉണർത്തിയത്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കി ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത ആംഗിൾ കറക്റ്റ് അല്ലായിരുന്നു. എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അത് കുറച്ച് പാളിപ്പോയി. എന്നാലും കട്ട് ചെയ്യുന്ന ഭാഗം കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഹ നക്ഷത്രയുടെ കണ്ണൊക്കെ ഇപ്പൊ പുറത്തേക്ക് വരും. അവള് നല്ലോ ഉരുട്ടി നോക്കുന്നുണ്ട്. മോളെ ചുണ്ടിന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി. കൊടുക്കണം. അയ്യോ വേണ്ട വേണ്ട അമ്മ പാവം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചിരിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ 24 hours ചിരിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാണ്. ഫോട്ടോ എടുക്കാൻ മാത്രം അവൾക്ക് പറ്റില്ല. എന്തായാലും എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ബൈ.